സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ ദീപ്തവും പ്രോജ്വലവുമായ സ്മരണകൾക്ക് മുമ്പിൽ ആദ്യമായി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. സഖാവ് കൊടിയേരിയെ ഓർക്കുമ്പോൾ വർത്തമാനകാലത്തെ ഏറ്റവും പ്രസക്തിയുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ സമകാലിക വെല്ലുവിളികൾ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. രാജ്യം മുഴുവൻ വളരെ ജനകീയമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ രാജ്യം അത്യപകടകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ രാസത്വരകമാകുന്നു എന്നുള്ളതാണ് വിഷയം. വളരെ ചുരുക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഭരണകൂടത്തിന് ജനങ്ങളെ ഒപ്പം നിർത്താൻ പ്രധാനമായും രണ്ട് ഉപകരണങ്ങളുണ്ട്. ഒന്ന് മർദ്ദന ഉപകരണമാണ്. പോലീസ്, പട്ടാളം, ജയില് തുടങ്ങിയ ഭയപ്പെടുത്തി ജനങ്ങളെ കൂടെ നിർത്തുക, അതാണ് അതിൻ്റെ അർത്ഥം. മർദ്ദന ഉപകരണം, ഭയം ജനിപ്പിക്കുക. സ്വാഭാവികമായിട്ടും ജനങ്ങൾ നിവൃത്തിയില്ലാതെ ഒപ്പം നിൽക്കും. രണ്ടാമത്തെ സുപ്രധാനമായ ഉപകരണമാണ് പ്രത്യയശാസ്ത്ര ഉപകരണം. ആശയപരമായി കീഴ്പ്പെടുത്തിക്കൊണ്ട് ജനതയെ ഒപ്പം നിർത്തുക. അങ്ങനെയുള്ള പ്രത്യയശാസ്ത്ര ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം. സാംസ്കാരിക മേഖലയൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഞാനതിൻ്റെ വിശദമായ തലത്തിലേക്ക് പോകുന്നില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം എന്നത് ഭരണകൂടത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര ഉപകരണമാണ്. ആ രാഷ്ട്രീയ ആശയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വേണം ഈ വിഷയം ചർച്ച ചെയ്യാൻ. ഗ്രാംഷി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്രാംഷി പറഞ്ഞത്, ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹ മനസ്സിലെത്തിച്ച് സമൂഹ മനസ്സിനെ കൂടെ നിർത്തുക. ആശയോൽപാദനം ഭരണഘടനാ തലത്തിലും ഭരണകൂട തലത്തിലും അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള മീഡിയം എന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയും, അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ അതെത്തി ഭരണകൂടത്തോടൊപ്പം അവരെ നിർത്തുക. അങ്ങനെയാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അന്റോണിയോ ഗ്രാംഷി പറഞ്ഞത്. അൽത്തൂസർ പറഞ്ഞതും ഏതാണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ്. അൽത്തൂസർ പറഞ്ഞത്, ചൂഷണ വ്യവസ്ഥ, നിലനിൽക്കുന്ന ചൂഷണ വ്യവസ്ഥ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റുന്ന മനസ്സിനെ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാഭ്യാസം നടപ്പിലാക്കുക വഴി ഭരണകൂടം ജനങ്ങളെ ഒപ്പം നിർത്തുകയാണ്. ചൂഷണ വ്യവസ്ഥയെ അംഗീകരിക്കുക എന്നല്ല, അതിനൊപ്പം നിൽക്കുക. അങ്ങനെ വ്യവസ്ഥ മാറാതെ കാത്തു സൂക്ഷിക്കുക. അതിനുവേണ്ടി ഭരണകൂടം ശ്രമിക്കുക. ചൂഷണ വ്യവസ്ഥ നിലനിർത്തുവാൻ വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഈ അർത്ഥത്തിൽ തന്നെയാണ് നോം ചോംസ്കി ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ചോംസ്കിയുടെ പുസ്തകത്തിൻ്റെ പേര് മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്നാണ്. സമ്മതത്തിൻ്റെ നിർമ്മിതി. അർത്ഥം, സമൂഹ മനസ്സിൽ ഭരണകൂടത്തിൻ്റെയും കോർപ്പറേറ്റുകളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള സമ്മതം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. മാധ്യമങ്ങളാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളായി മാറുന്നത്. മാധ്യമങ്ങളിലൂടെ സമൂഹ മനസ്സിൽ കോർപ്പറേറ്റുകൾക്കും ഭരണകൂടങ്ങൾക്കും വേണ്ടിയുള്ള സമ്മതം നിർമ്മിക്കുകയാണ് എന്ന് ചോംസ്കി പറഞ്ഞു. പൗലോ ഫ്രയർ ഇതിൽ നിന്നെല്ലാം ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നിർവചനം പറഞ്ഞു. പൗലോ ഫ്രയർ പറഞ്ഞത്, വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് വിദ്യാഭ്യാസം എന്നാണ്. അതാണ് ഏറ്റവും ശരി. അർത്ഥത്തിലാണ് വിദ്യാഭ്യാസത്തെ നമ്മൾ കാണേണ്ടത്. പ്രതിലോമ സാഹചര്യത്തിൽ നിന്നും
മോചനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യ മനസ്സിനെ നയിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് അർത്ഥം. അത് വളരെ വളരെ പ്രധാനപ്പെട്ട പൗലോ ഫ്രയറിൻ്റെ ഒരു നിരീക്ഷണമാണ്. മോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്, വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് വിദ്യാഭ്യാസം. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട, ഭരണകൂടത്തിന് വലിയ റോളുണ്ട് വിദ്യാഭ്യാസത്തിൽ. ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയമനുസരിച്ച് വിദ്യാഭ്യാസത്തിലെ പല പല ഘടകങ്ങളും മാറും. അങ്ങനെ മാറുന്നതനുസരിച്ച് വിദ്യാഭ്യാസത്തെ 3 തരത്തിൽ ചുരുങ്ങിയത് തരംതിരിക്കാം. 3 തരത്തിൽ. അതിനേക്കാൾ കൂടുതലുണ്ട്, ഞാനതിൻ്റെ വല്ലാത്ത വിശദീകരണത്തിൽ പോകുന്നില്ല. 3 ആയിട്ട്. 1, സാമ്പ്രദായിക വിദ്യാഭ്യാസം. 2, പ്രതിലോമ വിദ്യാഭ്യാസം. 3, പുരോഗമന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം. ഇങ്ങനെ 3 തരത്തിലുള്ള വിദ്യാഭ്യാസം ഇന്നത്തെ ലോകത്ത് നമുക്ക് പൊതുവിൽ കാണാൻ കഴിയും. ഞാനൊന്നുകൂടി പറയാം. 1, സാമ്പ്രദായിക വിദ്യാഭ്യാസം. 2, പ്രതിലോമ വിദ്യാഭ്യാസം. 3, പുരോഗമന വിദ്യാഭ്യാസം. ഓരോന്നായിട്ട് എടുത്തു നോക്കാം. സാമ്പ്രദായിക വിദ്യാഭ്യാസം, വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണത്. ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ രീതിശാസ്ത്രത്തിൽ മാറ്റം വരുന്നു എന്ന് പറഞ്ഞത് സാധൂകരിക്കുന്ന ഒരു ഉദാഹരണമാണ്. സാമ്പ്രദായിക വിദ്യാഭ്യാസം എന്താണത്? അൽത്തൂസർ പറഞ്ഞതുപോലെ നിലനിൽക്കുന്ന വ്യവസ്ഥയെ മാറ്റാതെ ചൂഷണാധിഷ്ഠിതമാക്കി തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസമാണ് സാമ്പ്രദായിക വിദ്യാഭ്യാസം. ഫ്യൂഡൽ വിദ്യാഭ്യാസം, കൊളോണിയൽ വിദ്യാഭ്യാസം, മുതലാളിത്ത വിദ്യാഭ്യാസം, ഇതെല്ലാം ഈ ഗണത്തിൽ പെടുകയാണ്. അപ്പോൾ സമൂഹ മനസ്സിൽ വിദ്യാഭ്യാസത്തിലൂടെ എത്തിക്കുന്ന ആശയങ്ങൾ നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് ശരി എന്നുള്ളതാണ്. നിലനിൽക്കുന്ന വ്യവസ്ഥയിലെ ചൂഷണം അതിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനെ ഉൽപ്പാദിപ്പിക്കുക, അതിനോട് എതിർക്കാത്ത മനസ്സിനെ, അതിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനെ, അത് പ്രകൃതി നിയമം പോലെ ശരിയാണ് എന്ന് തോന്നുന്ന മനസ്സിനെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുന്ന വ്യവസ്ഥയോട് മനസ്സിനെ ചേർത്തി, മനസ്സിനെ ഒതുക്കി നിർത്തി നിലനിൽക്കുന്ന വ്യവസ്ഥയെ നിലനിർത്താൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസമാണ് സാമ്പ്രദായിക വിദ്യാഭ്യാസം. അത് ഞാൻ പറഞ്ഞു, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിദ്യാഭ്യാസമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് കോത്താരി കമ്മീഷൻ കാലത്ത് തൊട്ട് നടപ്പിലാക്കിയ വിദ്യാഭ്യാസം വിശദമായി പരിശോധിച്ചാൽ അത് കാണാം. അതുകൊണ്ട് സാമ്പ്രദായിക വിദ്യാഭ്യാസം എന്നത് വലതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ്. രണ്ടാമത്തെ വിദ്യാഭ്യാസ രീതി പ്രതിലോമ വിദ്യാഭ്യാസം. പ്രതിലോമ വിദ്യാഭ്യാസം അതിൻ്റെ പ്രത്യേകത നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ നിന്നും സമൂഹ മനസ്സിനെ പിറകോട്ട് കൊണ്ടുപോയി വരേണ്യ യുക്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിലനിൽക്കുന്ന വ്യവസ്ഥ നിലനിർത്തണം എന്നതിനേക്കാൾ കൂടുതൽ ആ വ്യവസ്ഥയെ പിറകോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് വരേണ്യ യുക്തിയുള്ള മനസ്സിനെ ഉൽപ്പാദിപ്പിക്കുക. കാരണം അത്തരത്തിലുള്ള ഒരു യുക്തിയിലാണ് വർഗീയതയും വംശീയതയും ഫാസിസവും ഒക്കെ വളരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് മനുഷ്യ മനസ്സിനെ പിറകോട്ട് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസമാണ് പ്രതിലോമ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസ രീതിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതി. അതിനെയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. അതാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യാതെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വിദ്യാഭ്യാസ നയവും ചർച്ച ചെയ്യാതെ നടപ്പിലാക്കിയിട്ടില്ല. ചർച്ചയിൽ ഏകപക്ഷീയതയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ ചർച്ചയെങ്കിലും ഉണ്ടായിരുന്നിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം എങ്ങും ചർച്ച ചെയ്യാതെ നടപ്പിലാക്കിയ ഒന്നാണ് NEP 2020 എന്ന് പറയുന്ന നയം. ആ നയം മനുസ്മൃതിയുടെ കരിക്കുലമാണ്. ഒറ്റ വാചകത്തിൽ അത് പറയാം.
ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് മനുസ്മൃതിയുടെ കരിക്കുലമാണ്. കരിക്കുലം എന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ 3-4 ഘട്ടങ്ങളൊന്ന് സൂചിപ്പിക്കാം. പോളിസി ആണ് സർക്കാർ എടുക്കുക. സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ സമൂഹ മനസ്സിലെത്തിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം നിലനിർത്തുവാൻ, ആ സമൂഹം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാനൊക്കെ ഉപകരിക്കുന്ന മേഖല വിദ്യാഭ്യാസം. നോക്കൂ, ഒന്ന് പോളിസിയാണ്. ഞാൻ പറഞ്ഞു മനുസ്മൃതിയാണ്, NEP എന്ന് പറഞ്ഞു. ഇത് പോളിസിയാണ്. സർക്കാർ മുന്നോട്ട് വെച്ച പോളിസി വിദ്യാഭ്യാസ നയമാണ്. ആ നയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? അത് കരിക്കുലമായിട്ട് പ്രവർത്തിക്കുകയാണ്. ആ കരിക്കുലമാണ് പിന്നീട് സിലബസായിട്ട് മാറുന്നത്. അതാണ് പിന്നീട് പാഠ്യപദ്ധതിയായിട്ട് മാറുന്നത്. അതാണ് പിന്നീട് പാഠപുസ്തകമായിട്ട് മാറുന്നത്. അപ്പോൾ കരിക്കുലത്തിലൂടെ, സിലബസിലൂടെ, പാഠ്യപദ്ധതിയിലൂടെ, അതുപോലെ പെഡഗോജിയിലൂടെ പാഠപുസ്തകത്തിലേക്ക് സർക്കാരിൻ്റെ പോളിസി എത്തിച്ചേരുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിൻ്റെ പോളിസികൾ പലതും പാഠപുസ്തകത്തിൽ പ്രതിഫലിക്കും. ലോകത്തെ ഏത് രാജ്യത്തിൻ്റെയും 3-4 ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് ഇവിടെ കൊണ്ടു തന്നാൽ 1 മണിക്കൂറിനുള്ളിൽ ആ രാജ്യത്ത് ഏത് വർഗപക്ഷപാതിത്വമുള്ള ഭരണമാണുള്ളത് എന്ന് പറയാം. ഇറ്റ്സ് വെരി ഈസി, വളരെ എളുപ്പമാണ്. ഭരണകൂടത്തിൽ പാഠപുസ്തകത്തിൽ ഇത് പ്രതിഫലിക്കും. അതിൻ്റെ വഴിയാണ് ഞാൻ പറഞ്ഞത്. പോളിസി, കരിക്കുലം, സിലബസ്, പാഠ്യപദ്ധതി, പെഡഗോജി, പാഠപുസ്തകം. ഇതെവിടേക്ക് എത്തുകയാണ്? സർക്കാരിൻ്റെ പോളിസി ആണ് പാഠപുസ്തകത്തിലൂടെ ഈ ആശയങ്ങൾ സമൂഹത്തിൽ എത്തുന്ന രീതിശാസ്ത്രം. അങ്ങനെ ജനങ്ങളിൽ ആശയങ്ങൾ എത്തിച്ച് അവരെ സർക്കാരിന് താല്പര്യമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക. അപ്പം എത്ര പൊളിറ്റിക്കലാണ് അത് എന്ന് മനസ്സിലായി. അങ്ങനെ ഈ സമൂഹത്തെ പിറകോട്ട് കൊണ്ടുപോകാൻ NEP വളരെ ബോധപൂർവമായ ശ്രമം നടത്തുന്നു. വളരെ വളരെ ബോധപൂർവമായ. അതെന്ത് എന്ന് ഞാൻ പിന്നീട് പറയാം. ഒന്നുകൂടി പറയാം, കാരണം മൂന്നാമത്തേതും കൂടി പറഞ്ഞിട്ട് അത് പറയാം എങ്ങനെ എന്നുള്ളത്. ഉദാഹരണം പറയാം. മൂന്നാമത്തെ വിദ്യാഭ്യാസ രീതി പുരോഗമന വിദ്യാഭ്യാസം. അതിനാണ് ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയാം. എന്താ അത്? അതാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രീതി അതാണ്. നോക്കൂ, വെരി സിമ്പിൾ. നോക്കൂ, ഒരു വ്യവസ്ഥ പിറകോട്ടാണോ പോകേണ്ടത്, നിലനിൽക്കുകയാണോ വേണ്ടത്, മുന്നോട്ടാണോ പോകേണ്ടത് എന്ന ഓപ്ഷൻസാണ് ഇവിടെ 3 നിലനിൽക്കുന്ന വ്യവസ്ഥയോട് കലഹിക്കുന്ന, നിലനിൽക്കുന്ന വ്യവസ്ഥയോട് പ്രത്യക്ഷമായി വിമർശനമുള്ള മനസ്സിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, വിമർശനാത്മകമായി വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട വ്യവസ്ഥയിലേക്ക് മാറണം എന്ന ചിന്തയുൽപ്പാദിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് പുരോഗമന വിദ്യാഭ്യാസം. ആരോടോ പറയണതൊക്കെ അല്ല, കേൾക്കണ്ടോ? ഇതിലേത് ശരി? എന്തുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഏറ്റവും ശരിയാണ് എന്ന് നമ്മൾ പറയുന്നു? അപ്പം ഞാനൊന്നുകൂടി പറയാം. പുരോഗമന വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം. നിലനിൽക്കുന്ന വ്യവസ്ഥയെ മാറ്റുക എന്നുള്ള ലക്ഷ്യം. നിലനിൽക്കുന്ന വ്യവസ്ഥയിലെ പ്രതിലോമപരതയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം. നിലനിൽക്കുന്ന വ്യവസ്ഥയിലെ ചൂഷണത്തെ ഇല്ലാതാക്കുക, അസമത്വത്തെ ഇല്ലാതാക്കുക, അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുക. അങ്ങനെ നിലനിൽക്കുന്ന വ്യവസ്ഥയിലെ മാനവിക വിരുദ്ധവും പ്രകൃതി വിരുദ്ധവുമായ അംശങ്ങളെ മാറ്റി കൂടുതൽ സമത്വാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറാൻ പറ്റുന്ന രീതിയിൽ ആശയോൽപാദനം നടത്തുന്ന വിദ്യാഭ്യാസമാണ് പുരോഗമന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം. അപ്പം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ രീതി എന്നത് നിലനിൽക്കുന്ന വ്യവസ്ഥയോട് വിമർശനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം, അന്ധവിശ്വാസം. സമൂഹത്തിൽ അന്ധവിശ്വാസമുണ്ട് എന്ന് ആ സമൂഹം
കൂടുതൽ നല്ല റോഡുകളും പിന്നെ പാലങ്ങളും കെട്ടിടങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന സംവിധാനങ്ങളുമുള്ള മാറി എന്നുള്ളത് കൊണ്ട് അതിന് വികസനമായി എന്ന് പറയാൻ കഴിയില്ല. ഈ മാറ്റങ്ങളൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ അന്ധവിശ്വാസമുള്ളൊരു തലമുറയെ സൃഷ്ടിക്കുക കൂടി വേണം. നവകേരളം അതാണ്. നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ പ്രതിലോമപരമായ ആശയങ്ങളെ മാറ്റി കൂടുതൽ നല്ല ആശയങ്ങളെ ഉൽപ്പാദിപ്പിച്ച് സാമൂഹികമായ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുന്നതാണ് നവകേരളത്തിൻ്റെ അടിത്തറ. അപ്പം അത്തരത്തിലുള്ള ഈ പറയുന്ന ഭൗതികമായ മാറ്റങ്ങൾക്കൊപ്പം മനസ്സിനെ മാറ്റിയെടുക്കണമെങ്കിൽ ഇവിടെ അന്ധവിശ്വാസമുണ്ടെങ്കിൽ അന്ധവിശ്വാസത്തിനെ പ്രതിരോധിക്കുന്ന, അതിനെ വിമർശിക്കുന്ന ഒരു മനസ്സുൽപ്പാദിപ്പിക്കണം. അതിനുള്ള വഴി ഒന്നേ ഉള്ളൂ, ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളതാണ്. അപ്പം ശാസ്ത്രബോധോൽപാദനം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ഘടകമാകാൻ കാരണം ശാസ്ത്രബോധത്തെ ഉൽപ്പാദിപ്പിച്ച് അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കി നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ ഒരു കുറവ് പരിഹരിച്ച് മുന്നോട്ട് പോകുക. അസമത്വം നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ്. അസമത്വത്തെ ഇല്ലാതാക്കണമെങ്കിൽ അസമത്വത്തിനെതിരെയുള്ള മനസ്സുണരണം, അതിനോട് വിമർശനമുണ്ടാകണം. സമത്വമാണ് ശരിയെന്ന ആശയം ഉൽപ്പാദിപ്പിക്കണം. നീതിപൂർവകമായ സമ്പത്തിൻ്റെ വിതരണമാണ് ശരിയെന്ന ആശയം ഉൽപ്പാദിപ്പിക്കണം. അത്തരത്തിലുള്ള ആശയോൽപാദനം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഘടകമാണ്. അപ്പോൾ നിലനിൽക്കുന്ന വ്യവസ്ഥയോട് വിമർശനമുള്ള മനസ്സിനെ ഉൽപ്പാദിപ്പിച്ച് നിലനിൽക്കുന്ന വ്യവസ്ഥയിലെ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള മനസ്സുൽപ്പാദിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് ആധുനിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പുരോഗമന വിദ്യാഭ്യാസം. ഇതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം. ഇതാണ് ഇന്ന് നമ്മൾ കേരളം മുന്നോട്ട് 2016 ശേഷം നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത പ്രധാനപ്പെട്ട ആശയം. 1957 വിദ്യാഭ്യാസത്തിൽ വലിയൊരു പരിവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുള്ളപ്പോൾ കേരളത്തിൻ്റെ മാത്രം വിദ്യാഭ്യാസ രംഗത്ത് ചടുലമായ മാറ്റം, കാതലായ മാറ്റം, പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ അംശങ്ങളും ഉൾക്കൊള്ളുന്ന മാറ്റം ഉണ്ടാക്കി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ജനകീയവൽക്കരണവും സാർവത്രികവൽക്കരണവും നടപ്പിലാക്കി. ആദ്യം അതേ കഴിയുള്ളൂ. എല്ലാ പ്രശ്നങ്ങളും ആദ്യം തീർക്കാൻ പറ്റില്ല. അതിനു മുമ്പ് 57 മുമ്പ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അപൂർവം ചിലർക്ക് പഠിക്കാൻ കഴിയുന്നുള്ളൂ. ബഹുഭൂരിപക്ഷവും പഠന രംഗത്തുനിന്ന് പുറത്തായിരുന്നു. അപ്പം എല്ലാവരെയും വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സാർവജനീന വിദ്യാഭ്യാസം പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയാണ്. വിദ്യാഭ്യാസത്തിൽ നിന്നും ചിലരെ പാർശ്വവൽക്കരിക്കണം എന്ന് പറയുന്ന ഒരിക്കലും പുരോഗമന വിദ്യാഭ്യാസമല്ല, അത് വരേണ്യ വിദ്യാഭ്യാസമാണ്. വരേണ്യ വിദ്യാഭ്യാസത്തിൽ സമൂഹത്തിൽ കുറേ പേരെ പുറത്താക്കുക എന്നുള്ളതാണ് തന്ത്രം. ജനകീയ വിദ്യാഭ്യാസത്തിൽ, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവൽക്കരണം, ജനകീയവൽക്കരണം, സാർവജനീനമായ വിദ്യാഭ്യാസം എന്ന ആശയം, ഇതാണ് 57 ചെയ്തത്. പൊതുവിദ്യാഭ്യാസം, അത് വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവൽക്കരണം. ഒന്നുകൂടി കൃത്യമാക്കാം, വിദ്യാഭ്യാസത്തിൻ്റെ ജനകീയവൽക്കരണം, സാർവത്രികവൽക്കരണം. ഇത് കേരളത്തിൻ്റെ ആധുനിക, എന്തുകൊണ്ട് കേരളം ഇങ്ങനെ നവകേരളം എന്ന ആശയം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റി? വളർന്നു വന്ന ചരിത്രം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് നവകേരളം. വളർന്നു വന്ന ചരിത്രത്തിൽ ഒന്നും എടുക്കാതെ ഒരു നവകേരളമല്ല. പരസ്പര പൂരകമായി വളർന്നു വന്ന ചരിത്രവും നവലോക സങ്കല്പവും നിലനിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമാണ്. അപ്പം അതുകൊണ്ട് 57 തന്നെ അതിന് തുടക്കം കുറിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവൽക്കരണമാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസം പിന്നീട് പൊതുരംഗത്ത് തുടർന്ന് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. 89-90 കാലഘട്ടം എത്തിയപ്പോഴേക്കും ജനകീയ വിദ്യാഭ്യാസത്തിന്, ആധുനിക വിദ്യാഭ്യാസത്തിന് അടുത്ത ഘട്ടം വരണം. അടുത്ത ഘട്ടം എന്നത് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത യജ്ഞത്തിലൂടെ നടപ്പിലാക്കി. അപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത നേടുക ഒരു സമൂഹത്തിൻ്റെ പുരോഗമന വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. അങ്ങനെ സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കി. പക്ഷെ 91 നമുക്ക് വലിയൊരു ഭീഷണി നേരിടേണ്ടി വന്നു. അത് നമ്മൾ ഓർക്കണം. 91 വലിയൊരു ഭീഷണി, അത് ഇന്ത്യയിൽ നിയോലിബറൽ പോളിസി നടപ്പിലാക്കി എന്നുള്ളതാണ്. നിയോലിബറൽ പോളിസി നടപ്പിലാക്കിയതോടുകൂടി വിദ്യാഭ്യാസം കമ്പോളവുമായി ബന്ധിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് കമ്പോളവൽക്കരണത്തിന് ആശയം ആദ്യമായി കേരളത്തിൽ കടന്നു വന്നത് 91 നിയോലിബറൽ പോളിസി നടപ്പിലാക്കിയതിനു ശേഷമാണ്. അതുകൊണ്ട് 91 ശേഷമുള്ള വിദ്യാഭ്യാസ പ്രക്രിയയിൽ ആ നവലിബറൽ നയങ്ങളുടെ കമ്പോളവൽക്കരണത്തിനെതിരെ പോരാടേണ്ടതായിട്ട് നമുക്ക് വന്നു.
അതിനുള്ള അവസരം നമുക്ക് കിട്ടിയത് അധികാര വികേന്ദ്രീകരണത്തിലൂടെ വന്ന പഞ്ചായത്തുകൾ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കുറേയൊക്കെ കമ്പോളവൽക്കരണത്തെ എതിർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം മുഴുവൻ പറയുന്നില്ല. അങ്ങനെ വന്ന് 2016 ആധുനിക ലോകത്ത് നടക്കുന്ന വിദ്യാഭ്യാസത്തിനേക്കാൾ മുകളിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം പോകണം എന്ന ലക്ഷ്യത്തിൽ 2016 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മൾ ആരംഭിച്ചത് അറിവിൻ്റെ സാർവത്രികവൽക്കരണമാണ്. വളരെ പ്രധാനപ്പെട്ട വാക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് അറിവിൻ്റെ സാർവത്രികവൽക്കരണമാണ്. 57 വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവൽക്കരണമായിരുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ ജനകീയവൽക്കരണമായിരുന്നു, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന സങ്കല്പമായിരുന്നു. അതിൻ്റെ ഒരു പടി കഴിഞ്ഞ് എല്ലാവർക്കും സമ്പൂർണ്ണ സാക്ഷരത എന്ന ഘട്ടത്തിലേക്ക് എത്തി. ഇടയ്ക്ക് കമ്പോളവൽക്കരണമുള്ളത് ചില തിരിച്ചടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും അതിനെ മറികടന്ന് 2016 അതിനപ്പുറത്തേക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പറയുന്ന മാറ്റങ്ങളുടെ ചലനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അറിവിൻ്റെ സാർവത്രികവൽക്കരണം എന്ന സങ്കല്പം നടപ്പിലാക്കുകയാണ്. ആ സങ്കല്പത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ആശയം എന്ന രീതിയിലാണ് 2021 വിദ്യാകിരണം എന്ന പരിപാടി നമ്മൾ നടപ്പിലാക്കിയത്. അത് അറിവിൻ്റെ സാർവത്രികവൽക്കരണമാണ്. അറിവിൻ്റെ സാർവത്രികവൽക്കരണം അത് പറയുമ്പോൾ ലോകത്ത് ഇന്ന് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിക്കാം. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. കേരളത്തിൻ്റെ ഈ പറയുന്ന അറിവിൻ്റെ സാർവത്രികവൽക്കരണത്തിൻ്റെ ആവശ്യകത എന്താണ്, നവലോകത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെ അത് തകർക്കുന്നു എന്നൊക്കെ ഞാൻ വരാം. ആഗോളതലത്തിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പുതിയൊരു സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുകയാണ്. ആ സമ്പദ് വ്യവസ്ഥയുടെ പേര് ജ്ഞാന സമ്പദ് വ്യവസ്ഥ, നോളജ് ഇക്കോണമി എന്നാണ്. ഇംഗ്ലീഷിൽ നോളജ് ഇക്കോണമി, മലയാളത്തിൽ ജ്ഞാന സമ്പദ് വ്യവസ്ഥ. ഇതുവരെ ഉണ്ടായിരുന്ന വ്യവസ്ഥകൾ ചെറിയതായി പരിശോധിച്ചാൽ ആദ്യമുണ്ടായത് കാർഷിക സമ്പദ് വ്യവസ്ഥ. ഓർമ്മയുണ്ടാവും എല്ലാവർക്കും കാർഷിക സമ്പദ് വ്യവസ്ഥ. അത് മാറി പിന്നീട് വന്നത് എന്തായിരുന്നു? വ്യവസായങ്ങളുടെ ഉൽപ്പാദനം, വളർച്ച, വ്യാവസായിക സമ്പദ് വ്യവസ്ഥ. അതും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ. അതാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതും മാറുകയാണ്. അത് മാറുന്നത് എങ്ങോട്ടാ? അതിൻ്റെ പേരാണ് നോളജ് ഇക്കോണമി, ജ്ഞാന സമ്പദ് വ്യവസ്ഥ. എന്താ അതിൻ്റെ പ്രത്യേകത? ആദ്യം കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ കൃഷിക്ക് പ്രാധാന്യം, വ്യവസായ സമ്പദ് വ്യവസ്ഥയിൽ വ്യവസായത്തിന് പ്രാധാന്യം, ടെക്നോളജിയുടെ ബേസ് ആയിട്ടുള്ള തന്നെ ടെക്നോളജിക്ക് പ്രാധാന്യം, നോളജ് ബേസ്ഡ് ആയിട്ട് തന്നെ നോളജിന് പ്രാധാന്യം, ജ്ഞാനത്തിന് പ്രാധാന്യം വരുന്ന ജ്ഞാനോൽപാദനമാണ് എല്ലാം എന്നൊരു ഘട്ടത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ അതിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അതൊക്കെ കടന്നു പോകാൻ പോവുകയാണ് ലോകം. അങ്ങനെ ജ്ഞാനത്തിന് വലിയ സ്ഥാനം വരുന്നതും, ശ്രദ്ധിച്ച് കേൾക്കണ ഒരു വാക്ക്, നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വരും ഭാവിയിൽ നോളജ് ക്യാപിറ്റൽ എന്ന ആശയം പോലും സാർത്ഥകമാകുന്ന രീതിയിൽ ചൂഷണത്തിനായി പോലും അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന, അറിവ് ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ലോകം പോവുകയാണ്. അതാണ് ജ്ഞാന സമ്പദ് വ്യവസ്ഥ, നോളജ് ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പം ഈ നോളജ് ഇക്കോണമിക്ക് ലോകം പോകുമ്പോൾ അവിടെ ഒരു പ്രതിലോമപരതയുണ്ട്. അതെന്താ നോക്കൂ. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജ്ഞാനം, നോളജ് ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജ്ഞാനം ചിലരുടെ സ്വന്തമായിട്ട് മാറാൻ പോവുകയാണ്. പാറ്റന്റ് നയം, അതൊക്കെ ഒരുപാട് വലിയ വിഷയങ്ങളാണ്, സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. പാറ്റന്റ് നയങ്ങൾ പ്രൊഡക്റ്റ് പാറ്റന്റിലേക്ക് ലോകം മുഴുവൻ മാറിയപ്പോൾ അറിവ് ചിലരുടെ കുത്തകയാക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടായി. ഇത്രയും പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. അറിവ് ചിലരുടെ കുത്തകയാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. ആരുടെയാണ് അറിവ്? അത് എൻ്റെയാണ്. ആരെ ഈ അറിവ് ഉപയോഗിക്കുക? ഞാനാണ്. ആർക്കാ ഞാൻ ഈ അറിവ് വിൽക്കുക? അത് ഞാനാണ് നിശ്ചയിക്കുക. എന്ത് വിലയ്ക്ക് അത് കൊടുക്കുക? അതും ഞാനാണ് നിശ്ചയിക്കുക. ഇത്രയും പറഞ്ഞാൽ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അറിവ് കുത്തകയാവാൻ പോവാണ്, ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അറിവ് കുത്തകയായിട്ട് മാറുകയും അറിവ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. ശ്രദ്ധിക്കണേ, അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്താ കാരണം? ജ്ഞാനോൽപാദനം നടക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജ്ഞാനം പാറ്റന്റ് ചെയ്യപ്പെട്ട് അത് സ്വന്തമാക്കി മാറ്റുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ ജ്ഞാനോൽപാദനത്തിന് തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പല വെല്ലുവിളികളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആഗോളതലത്തിൽ മുതലാളിത്തം, ആധുനിക മുതലാളിത്തം ഇങ്ങനെയുള്ള ഒരു വലിയ മാറ്റത്തിന് കച്ചകെട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ കാരണം ഒന്ന് സൂചിപ്പിക്കാം, അത് വലിയ വിഷയമാണ്, വേണ്ട. അതിൻ്റെ കാരണം മറ്റേ ന്യൂലിബറൽ പോളിസി തകർന്നു കിടക്കുകയാണ്. ജെയിംസ് പെട്രാസും അതുപോലെ തന്നെ പിന്നെ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സും ഒക്കെ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അതൊരു അക്കാഡമിക് സെഷൻ അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് അവസാനം എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേര് അതെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. ദ റോഡ് ടു ഫ്രീഡം എന്നുള്ളതാണ്. ദ റോഡ് ടു ഫ്രീഡം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ന്യൂലിബറൽ പോളിസി തകർന്നു, ഇനി അതിന് മുന്നോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ വേറെ തകർച്ച കൂടി നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതലാളിത്തത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്ര കണ്ട് അസമത്വം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് തോമസ് പിക്കറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തോമസ് പിക്കറ്റി. ആ പുസ്തകത്തിൻ്റെ പേര് ടൈം ഫോർ സോഷ്യലിസം എന്നാണ്. അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണമെങ്കിൽ ഒരു ഹെഡിങ് പോലും വന്നൊരുങ്ങും, ടൈം ഫോർ സോഷ്യലിസം. അങ്ങനെ പുസ്തകം ലോകത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നോബൽ സമ്മാന ജേതാവായ വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തോമസ് പിക്കറ്റിയാണ്. അങ്ങനെ പുസ്തകം എഴുതിയിരിക്കുന്നു. ഇതൊക്കെ ആഗോള തലത്തിലുള്ള മാറ്റങ്ങളുടെ ചില സ്പന്ദനങ്ങൾ മാത്രമാണ്. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ലോകത്ത് അറിവ് രംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയൊക്കെ എവിടേക്ക് പോകുന്നു എന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. ശരി, പോയിന്റ് ഇത്രയേ ഉള്ളൂ. ജ്ഞാനോൽപാദനം നടക്കുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന ജ്ഞാനം പാറ്റന്റ് ചെയ്യപ്പെടുന്നു, കുത്തകവൽക്കരിക്കപ്പെടുന്നു എന്ന്. ഇനി കേരളത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞുകൂടി വരാമെന്നുള്ളത്. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു ഇടപെടലാണ് നടക്കുന്നത്. നോക്കൂ, ഞാൻ ഒന്ന് പറഞ്ഞു വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവൽക്കരണം. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? സമ്പൂർണ്ണ സാക്ഷരത. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? 2016 ശേഷമുള്ള അറിവിൻ്റെ സാർവത്രികവൽക്കരണം. അറിവിൻ്റെ സാർവത്രികവൽക്കരണം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ സാർവത്രികവൽക്കരണത്തിൻ്റെ ഒരു ഘട്ടമാണ്. ഇവിടെ നോക്കൂ, ഇവിടെ അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ജ്ഞാനോൽപാദനം നടക്കുന്നു എന്ന് മാത്രമല്ല, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജ്ഞാനം കുത്തകയാകരുത് എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ സാർവത്രികവൽക്കരിക്കുകയാണ്. എത്ര വിപ്ലവാത്മകമായ രീതിയിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. 2016 ശേഷം കേരളത്തിൽ നടന്ന വിദ്യാഭ്യാസ വിപ്ലവം എന്താണ്? അറിവിൻ്റെ സാർവത്രികവൽക്കരണമാണത്. ലോകത്ത് അറിവ് കുത്തകയാക്കാൻ പോകുന്ന മുതലാളിത്ത നടപടിക്കെതിരെ ഒരു മനോഹരമായ മാതൃക കേരളം സൃഷ്ടിക്കുകയാണ്. ഒരു മനോഹരമായ മാതൃക. അറിവ് കുത്തകവൽക്കരിക്കപ്പെടുകയല്ല വേണ്ടത്, അറിവ് സമൂഹത്തിൽ വിന്യസിക്കുകയാണ് വേണ്ടത്. അറിവ് സമൂഹത്തിൽ വിന്യസിക്കപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ അറിവുകളുണ്ടാകും. അപ്പോൾ ജ്ഞാനോൽപാദനത്തിൻ്റെ സാധ്യത തലത്തിൽ ജ്ഞാനം കുത്തകവൽക്കരിക്കപ്പെടുമ്പോഴാണോ അതോ ജ്ഞാനം ഒന്ന് പറയൂ, ഞാൻ പോകട്ടെ, എന്താണ് സാർവത്രികവൽക്കരിക്കപ്പെടുമ്പോഴാണോ എന്ന് ലോകം ഉത്തരം പറയാൻ പോവാണ്. എഴുതി വെച്ചോളൂ എവിടേക്കാണെന്നുള്ളത് കേരളത്തിൻ്റെ പോക്ക്. നവലോകം, നവകേരളം എന്നൊക്കെ പറയുന്നത് ഭൗതിക സംവിധാനങ്ങളിലൂടെ മാത്രമല്ല, ആശയപരമായി വലിയ ഒരു ലോകത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പഠിച്ച ഇപ്പോൾ അതിൽ കൂടുതലുണ്ടാവാം ധാരാളം. ലോകത്തെ വിദ്യാഭ്യാസ രീതിയിൽ എങ്ങുമില്ല എന്ന് വേണമെങ്കിൽ പറയാം, എങ്ങുമില്ല എന്ന് പറയാം. കാരണം ആ ജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പോക്കിന് തുല്യമായിട്ടും പാരലായിട്ടുമാണ് പല രാജ്യങ്ങളും പോകുന്നത്. ചൈനയിൽ അതിൻ്റെ ചില സ്പന്ദനങ്ങൾ കാണാനുണ്ട്. അത് ലോകത്തിപ്പോൾ ഈ ജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ചാറ്റ് GPT എന്ന് പറയും. ഇവിടെയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് ചാറ്റ് GPT. ആ ചാറ്റ് GPT എന്ന് പറയുന്നത് ഈ ജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഉപകരണമാണ്. എൻ്റെയാണ് അറിവ്, ഒരു കമ്പനിയുടെയാണ് ഈ ചാറ്റ് GPT. ആർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ എന്താണ്, പണം വേണം. അതെൻ്റെ സ്വന്തമാണ്, വേറൊരാൾക്കും ഗവേഷണം നടത്താനും പാടില്ല. അതാണ് ഈ ജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. ആ പ്രത്യേകത നടക്കുമ്പോൾ അതിനെതിരെ ഒരു ശബ്ദമേ ഉള്ളൂ, അത് സോഷ്യലിസ്റ്റ് ശബ്ദമാണ്, അത് ചൈനയുടെ ശബ്ദമാണ്. ചൈനയിൽ അതിന് പകരം അതിനേക്കാൾ എഫിഷ്യൻ്റ് കുറവാണെന്ന് ചില അഭിപ്രായമുണ്ട്, എങ്കിലും മനസ്സിലാക്കിയെടുത്തോളം അതിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നു കഴിഞ്ഞു. ഡീപ് സീക്ക് എന്നുള്ളതാണ് ചാറ്റ് GPTക്ക് പകരമായി മറ്റേ സോഷ്യലിസ്റ്റ് ലോകത്ത് ചൈനയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന മറ്റ് സംവിധാനം. എന്താ പ്രത്യേകത കേൾക്കണേ, എന്താ ആശയമാണ് അതിൽ?
പ്രത്യേകത അതെങ്ങനെയാണെന്നുള്ളതല്ല, പ്രത്യേകത അത് ക്ലോസ്ഡ് അല്ല, അത് കുത്തകയല്ല, അത് ഓപ്പണാണ്. ഇവിടെ ഇരിക്കുന്ന ചൊക്ലിയിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും അതിൻ്റെ സോഴ്സ് കോഡ് ഇപ്പം കിട്ടും. വേണമെങ്കിൽ അതിൻ്റെ സോഴ്സ് കോഡ് ഇപ്പം കിട്ടും. ഇതാണ് പ്രതിരോധം. വിദ്യാഭ്യാസത്തിലൂടെയുള്ള സാമ്രാജ്യത്വ ആധിപത്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്. വലിയ പ്രതിരോധമാണ് വിദ്യാഭ്യാസത്തിലൂടെ നടത്തുന്നത്. മൂലധനാധിപത്യം, സാമ്രാജ്യാധിപത്യത്തിനെതിരെ വിദ്യാഭ്യാസത്തിലൂടെ പ്രതിരോധം തീർക്കുകയാണ്. ആണ് സോഷ്യലിസ്റ്റ് ചൈനപ്പോൾ ചെയ്തത്. ഡീപ് സീക്ക്, അങ്ങനെ ഒരുപാട്, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കേരളം ആശയപരമായി അറിവ് സമൂഹത്തിൽ സാർവത്രികവൽക്കരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് 4 ഘട്ടങ്ങളുണ്ട്. 4 ഘട്ടങ്ങൾ. ഒന്ന് വിവരം, മലയാളം വിവരം, ഇംഗ്ലീഷ് ഇൻഫർമേഷൻ. 2 അറിവ് നോളജ്. വിവരമല്ല, അറിവ്. വിവരവും അറിവും പര്യായ പദങ്ങളായിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. രണ്ടും രണ്ടാണ്. വിവരമല്ല, അറിവ്. അറിവ് കഴിഞ്ഞാൽ പിന്നത്തെ വിജ്ഞാനമാണ്. വിശേഷാൽ വിവരമാണ് വിജ്ഞാനം. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ജ്ഞാനമാണ്. നമ്മുടെ ബ്രെയിനിന് നോക്കൂ, നമ്മുടെ ബ്രെയിനിന് ഏത് തലത്തിലൂടെയൊക്കെ കടന്നു പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഞാൻ വരച്ചത്. ഇതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നുള്ള അക്ഷരപഠനമാണ്, മാർക്ക് മേടിക്കലാണ്, തൊഴിലുണ്ടാവുക എന്നുള്ളൊരു ക്ലാസിക്കൽ മുതലാളിത്ത ഫ്യൂഡൽ ചിന്തയുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ട് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സർഗശേഷിയെ സമ്പൂർണവും സമഗ്രവുമായി വിടർത്തി ആശയലോകത്ത് പ്രകാശിപ്പിക്കുക, പ്രകാശഗോപുരമാക്കി നിർത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. ഒരാളുടെ ഏത് ചെറിയ കഴിവിനെ പോലും നോക്കൂ, ഒരു വ്യക്തിക്കകത്തുള്ള ഏത് ചെറിയ കഴിവിനെ പോലും പ്രകാശിപ്പിച്ച് 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 പ്രകാശഗോപുരമാക്കി മാറ്റുക. അതിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇത് തൊഴിൽ കിട്ടാനുള്ളതാണ്, നൈപുണ്യാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഒരു മനുഷ്യനെ ഇത്രയും നിർത്തിയാൽ മതി, അതാണ് അവരുടെ തന്ത്രം. ഇത്ര മതി, അതിൻ്റെ മുകളിലേക്ക് നിൻ്റെ ബ്രെയിൻ വളരണ്ട. ഇതിനെ മറ്റേ മെക്കോളെ മിനിറ്റ്സിൽ പിന്നെ എന്താണ് ബ്രിട്ടീഷുകാർ പറഞ്ഞതും അത് ഞാൻ പറയാം, 1-2 ഉദാഹരണം പറയാം. അപ്പം അതുകൊണ്ട് ആ പരിമിതി മറികടന്ന് മനുഷ്യൻ്റെ ബ്രെയിൻ ഇത്രയും വളർന്നാൽ മതി എന്ന് ഭരണകൂടം നിശ്ചയിക്കുന്ന പരിമിതി മറികടന്ന് ആ സാമ്രാജ്യത്വ തന്ത്രത്തിനെതിരെയുള്ള കൃത്യമായ പോരാട്ടമാണ് കേരളത്തിൻ്റെ വിമോചന വിദ്യാഭ്യാസം. പൗലോ ഫെറർ പറഞ്ഞതുപോലെ തന്നെ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്, മറക്കാതിരിക്കാൻ. ഒന്ന് എന്താണ്? ഇൻഫർമേഷൻ, വിവരം. ഇതാണ് പ്രാഥമികമായിട്ട് നമ്മൾ നേടുന്നത്. 10ാം ക്ലാസ് വരെ നേടുന്നത് ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഈ വിവരമാണ്. വിവരങ്ങൾ, ഇൻഫർമേഷൻ, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ്. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിവ് നേടലാണ്, നോളജാണ്. നോളജ്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം, തെറ്റിദ്ധരിക്കരുത്, അറിയാൻ വേണ്ടി മാത്രം. ഇതെന്താ വ്യത്യാസം എന്നറിയാൻ. കൊച്ചു ചോദ്യമാണ്. കൊച്ചെന്ന് വെച്ചാൽ കൊച്ചിൻ്റെ കൊച്ചാണ്. മുല്ലപ്പൂവിൻ്റെ നിറം എന്താ? ഇത്രയൊന്നും പറയണ്ട, അത്ര വലിയ ആൾക്കാരെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. 4 തെറ്റിയില്ലല്ലോ ആർക്കും. ഫുൾ മാർക്കല്ലേ, ഫുൾ A+ അല്ലേ? ഇതൊരു ഇൻഫർമേഷനാണ് അല്ലേ? ഇത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ച ഒരു ഇൻഫർമേഷനാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം പറയണം. എന്താ മുല്ലപ്പൂവിന് വെള്ള നിറം? ഹലോ, വിവരേ ഉള്ളൂ. ഒന്ന് പൂരിപ്പിക്കൂ. അറിവില്ല. ഇതാണ് വിഷയം. ഇതാണ് ഈ സാമ്പ്രദായിക പ്രതിലോമ വിദ്യാഭ്യാസങ്ങളുടെയൊക്കെ പ്രത്യേകത. എന്നോട് ചോദിച്ചിട്ടുണ്ട്, മാഷ് ഈ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയണ്ടല്ലോ, അല്ലാണ്ട് ചില സ്കൂളുകളില്ലേ, പേരൊന്നും ഞാൻ പറയില്ല, അല്ലാണ്ടല്ലോ. മാഷ് സ്കൂളിൽ 2+2ൻ്റെ ഉത്തരം എത്രയാ? 4. ആ സ്കൂളിൽ 2+2ൻ്റെ ഉത്തരം എത്രയാ? 4. പിന്നെ എന്താ വ്യത്യാസം? ഇത് ഋജുവായിട്ടുള്ള ആൾക്കാരുടെ സംശയമാണ്. അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾക്കൊന്നും, ഇവിടെ മുല്ലപ്പൂവിൻ്റെ നിറം എന്താ? വെള്ള. അവിടെ മുല്ലപ്പൂവിൻ്റെ നിറം എന്താ? വെള്ള. അവിടെ മുല്ലപ്പൂവിൻ്റെ നിറം എന്താ? ഉത്തരമില്ല. ഇവിടെ മുല്ലപ്പൂവിൻ്റെ നിറം എന്താ? ഉത്തരം ഉണ്ടാവും. ജീവിത പഠനമാണ് വിദ്യാഭ്യാസം. ആരും കേൾക്കണില്ല, കേൾക്കണ്ടോ? എന്താണ്? ജീവിത പഠനമാണ്, വിഷയ പഠനമല്ല വിദ്യാഭ്യാസം.
വിഷയപഠനം മാത്രമല്ല വിദ്യാഭ്യാസം, അല്ല എന്ന് പറയുന്നത്. വിഷയപഠനം മാത്രമല്ല വിദ്യാഭ്യാസം, ജീവിത പഠനമാണ് വിദ്യാഭ്യാസം, സാമൂഹിക പഠനമാണ് വിദ്യാഭ്യാസം. അതിന് വിവരം പോരാ, പറയൂ, അറിവുണ്ടാവണം. അതിനാണ് ചോദ്യം ചോദിച്ചത്. മഴവില്ലിന് എത്ര നിറമുണ്ട്? ഒന്ന് ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ. തെറ്റാ. വിവരേ ഉള്ളൂ, അറിവില്ല. ഇനി നിങ്ങളുടെ ഉത്തരം ശരിയാവാൻ ഞാൻ ചോദ്യം മാറ്റാം. ചോദ്യം മാറ്റിയാൽ 7 ശരിയാവും. മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന എത്ര വർണ്ണങ്ങൾ? പറയൂ. 7. കറക്റ്റ്. റെഡിൻ്റെ അപ്പുറത്ത് ഇൻഫ്രാറെഡ്, അതിൻ്റെ അപ്പുറത്ത് ഫാർ ഇൻഫ്രാറെഡ്, വയലറ്റിൻ്റെ അപ്പുറത്ത് അൾട്രാ വയലറ്റ്, അതിൻ്റെ അപ്പുറത്ത് എക്സ്റേ, അതിൻ്റെ അപ്പുറത്ത് ഗാമാറേ. ഒരുപാട് സ്പെക്ട്രം ഓഫ് റേഡിയേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നത് 7 ഉള്ളൂ. ഉത്തരം 7 അല്ല. 7 എന്നുള്ളതൊരു ഇൻഫർമേഷനാണ്, മറ്റതോ അതിനെക്കുറിച്ച് വിവരമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ചോദ്യം ചോദിച്ചാൽ പ്രകാശത്തിൻ്റെ ഫിലോസഫി വരെ എത്താം. പ്രകാശത്തിൻ്റെ ഫിലോസഫിയാണ് പ്രപഞ്ചത്തിൻ്റെ ഫിലോസഫി. കേട്ടോ? അതാ ജ്ഞാനം. കേൾക്കുന്നുണ്ടോ? ആ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം. അത് വിവരമാണ്. ആ പ്രകാശം തരംഗമാണ് എന്ന് കുറച്ചുകൂടി തന്നെ. അപ്പോൾ വേറൊരാൾ തരംഗം മാത്രമല്ല, അത് പാർട്ടിക്കിളുമാണ്. തരംഗമാണ്, പാർട്ടിക്കിളുമാണ്. ഇത് രണ്ടുമാണ്. അവിടെ നിന്ന് കൂടെ കുറച്ചും കൂടി ചെയ്യുന്നത് പാക്കറ്റ്സ് ആണ്. അതിന് കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാമാണ് ഈ പ്രപഞ്ചം, ഈ ദർശനം. അതുകൊണ്ട് മുല്ലപ്പൂവിൻ്റെ നിറത്തിൽ നിന്ന് എവിടെ എത്തി? പറയൂ. പ്രപഞ്ചത്തിൻ്റെ ഫിലോസഫി വരെ എത്തുകയാണ്, ഒരൊറ്റ ദിക്കിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ അതിനെ നിയന്ത്രിച്ച് കട്ട് ചെയ്ത് ഇതെവിടെ വരെ മതി. ഇതാണ് വലതുപക്ഷ വിദ്യാഭ്യാസങ്ങളുടെയൊക്കെ പ്രത്യേകത. അതുകൊണ്ട് കേരളം ഈ പറയുന്ന ഈ ജ്ഞാനോൽപാദന ശൈലി, അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം കൂടി, വിദ്യാഭ്യാസം ആണെന്നുള്ളതുകൊണ്ട് ടെക്നിക്കലായിട്ട് ചിലത് കൂടി പറഞ്ഞോട്ടെ കേട്ടാ, ദേഷ്യപ്പെടരുത്. ഇത് പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകൻ്റെ പ്രത്യേകതകളുണ്ട്. ടീച്ചറെ, അധ്യാപകൻ്റെ പ്രത്യേകതകളുണ്ട്. അതിന് പെഡഗോജി എന്ന് പറയും. അതായത് അധ്യാപന രീതി ശാസ്ത്രീയമാകണം. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്, നോക്കണേ, ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയും. അതായത് വിമർശനാത്മക ബോധനശാസ്ത്രം. ഈ വാക്കാണ് കേരളത്തിൻ്റെ തലമുറയുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. വിമർശനാത്മക ബോധനശാസ്ത്രം. വിമർശനാത്മകമാണ്. എന്തിനേയും വിമർശനാത്മകമായി കാണണം. ഇതിനെ അങ്ങ് അന്ധമായി അംഗീകരിക്കരുത്. അന്ധവിശ്വാസം പാടില്ല. കേൾക്കുന്നുണ്ടോ? ഇതിനെ അന്ധമായി പറയൂ, അംഗീകരിക്കരുത്. അതിനെ വിമർശനാത്മകമായി നോക്കിക്കാണൂ. അതിൽ ശരിയും തെറ്റും മനസ്സിലാകും. ഹലോ, കേൾക്കുന്നുണ്ടോ? എങ്ങനെ കാണരുത്? അന്ധമായി ഇതാണ്, ഇത് പഠിച്ചോ, അത് കാണാപ്പാടം പഠിച്ചോ, അത് കാണാപ്പാടം പഠിച്ചോ, എന്താ ഇതിലെന്താ ആർക്കുമില്ല. ശ്രീനാരായണ ഗുരു ഒരു വാചകം എഴുതി അമ്പലത്തിൻ്റെ പുറത്ത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ. രവീന്ദ്രമാഷ്ക്ക് അടുത്ത വാക്ക് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നല്ല, ആണോ? അല്ല, അതാണ് ക്രിട്ടിക്കൽ പെഡഗോജി. അതാരെ കൊണ്ട് പറയിപ്പിക്കണം? പറയൂ. ഇരിക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കണം. എന്നത് ചിലർക്ക് മാത്രമേ അമ്പലത്തിൽ വരാൻ പാടുള്ളൂ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അമ്പലത്തിന് ചുറ്റും ഒരു പെഡഗോജി ഒരു ഭാഷയിലൂടെ വരികയാണ്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും. കേൾക്കുന്നുണ്ടോ? അവിടെ ഒരു വിമർശനം മനസ്സിലുണ്ടാവുകയാണ്. ഞാനൊരു ക്ലാസ്സാണെന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കേൾക്കുന്നുണ്ടോ? മനസ്സിലൊരു അതുവരെ എന്താ, അമ്പലത്തിൽ ആരാ വരിക? ഒന്ന് പറയൂ, അമ്പലത്തിൽ ആരാ വരിക? ഒരു വിഭാഗക്കാർ, ജാതി മതം ഒന്ന് പറയും, ഒരു വിഭാഗക്കാർ വരും.
വേറൊരു ഭാഗം വരാൻ പാടില്ല. അപ്പോഴാണ് ഒരു അമ്പലത്തിൻ്റെ ചുറ്റും ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ 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 സർവരും. നല്ല ടീച്ചർ ഇതിങ്ങനെയാണ്. ജാതിഭേദം ഇതിങ്ങനെയാണ് പറയേണ്ടത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വർഗത്തിന് വാഴസ്ഥാനം. അത് എറിഞ്ഞൂടെ കാണാപ്പടം പഠിക്കണട്ടോ, നാളെ പഠിച്ചുകൊണ്ട് വരണട്ടോ എന്ന് പറയും. ഒരു വിഷമമില്ല. അത് പിറ്റേ ദിവസം കാണാപ്പടം പഠിക്കും. എന്താ പഠിച്ചത്, എന്തിനാ പഠിച്ചത്, എന്താ അതുകൊണ്ട് ആർക്കും പിടിയില്ല. അതേ വാചകം ക്രിട്ടിക്കൽ പെഡഗോജിയിൽ അവൻ്റെ മനസ്സിൽ ഈ സമൂഹത്തോട് പറയുക, വിമർശനമുണ്ടാക്കണം എന്നാണെങ്കിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ 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 സർവരും. സർവരുമോ? അപ്പം ചിലർക്ക് പാടില്ല എന്നാണല്ലോ പറയണേ. ഇവിടെയാണ് ആ വിമർശനം. അതിനോട് വിമർശനം ഉണ്ടാക്കുകയാണ്. മറ്റു അന്ധമായി അതങ്ങ് വിശ്വസിക്കുകയാണ്. കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകി എഴുതി. ചണ്ടാല ഭിക്ഷുകി അതിലൊരു കേന്ദ്ര ആശയമുണ്ട്. കേന്ദ്രാശയം ഒറ്റ വാക്കാണ്. എല്ലാ കവിതയിലും, എല്ലാ കഥയിലും, എല്ലാ ചിത്രത്തിലും ഒരു കേന്ദ്ര ആശയം. അത് ഡെവലപ്പ് ചെയ്തതാണ്. ഇതെന്താണെന്ന ആശയം? എന്തും മനോഹരമായ നവോത്ഥാന ഭാവുകത്വം കവിതയിലേക്ക് കുമാരനാശാൻ ഏറ്റെടുത്തത്. നവോത്ഥാന ഭാവുകത്വത്തിൻ്റെ കവിതയിലേക്കുള്ള വരവിനെ വളരെ മനോഹരമായി ഉദാഹരിക്കാവുന്നതാണ് ചണ്ടാല ഭിക്ഷു. വാക്കേതാന്നോ? ദാഹം. ആരോടാ പറയണേ? കേൾക്കണ്ട? ദാഹം. ഇവിടെ ഇരിക്കുന്ന ആർക്കാ ദാഹിക്കാത്ത? ജാതി തിരിച്ച ദാഹം, മതം തിരിച്ച ദാഹം. മൃഗങ്ങൾക്ക് അല്ല, മറ്റു മനുഷ്യർക്ക് മാത്രമാണോ? മൃഗങ്ങൾക്കുണ്ട്, സസ്യങ്ങൾക്കുണ്ട്. ദാഹം എന്നൊരു യൂണിവേഴ്സലാണ്. ദാഹം ജാതി തിരിച്ചല്ല, ദാഹം മതം തിരിച്ചല്ല. ഇതിങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ക്രിട്ടിക്കൽ പെഡഗോജി. ഇല്ലാണ്ട് എങ്ങനെ പറയാം? ജാതിഭേദം മതദ്വേഷം ഇതാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദി. കാണാപ്പടം പഠിച്ചൂടെ? കാണാപ്പടം പഠിക്കും. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ലേ? പറയൂ. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ലേ? മാർക്ക് കിട്ടും. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. കാരണം അത് കാണാപ്പടം പഠിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് ഇത് എന്തിനാ പഠിച്ച? കുമാരനാശാൻ്റെ കവിത പഠിച്ചിട്ടുണ്ട്. ഞാൻ ചെല്ലാം നല്ല ഭംഗിയായിട്ട്. ചങ്ങമ്പയുടെ കവിത പഠിച്ചിട്ടുണ്ട്. അലയപ്പൂലയനം മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളോരു വാഴ നട്ടു. ഇതൊരു മനോഹരമായിട്ട് ചൊല്ലാം. ഇപ്പം എന്താ തോന്നിയതിൽ? ഒന്നും തോന്നിയില്ല. പെഡഗോജിക്കലായിട്ട് അതിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് അതിലെന്തോ തോന്നുക. ദാഹം ഇങ്ങോട്ട് വരാം. ദാഹം എല്ലാവർക്കും ഉള്ളതാണ്. ഇതാണ് മതനിരപേക്ഷ ഭാവം. ആ ദാഹം വന്നാൽ എല്ലാവർക്കും എന്താ വേണ്ടേ? നേന്ത്രപ്പഴോ? എന്താ വേണ്ടേ? ആർക്കെങ്കിലും വ്യത്യാസം ഉണ്ടോ? പിന്നെന്താ വ്യത്യാസം? പിന്നെന്താ ജാതി മതത്തിൽ വ്യത്യാസം? ഇങ്ങനൊരു കവിത. ലോകത്ത് ഏറ്റവും കാൽപ്പനിക കവി ഏതാന്ന് വെച്ചാൽ ഞാൻ കുമാരനാശാനാന്ന് പറയാം. ആലോചിച്ച് നോക്കൂ. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാവണം. ഇതിങ്ങനെ പഠിപ്പിച്ചാലേ പറയൂ അത് മനസ്സിലുള്ളൂ. അതാണ് പെഡഗോജി, അതാണ് ബോധനശാസ്ത്രം. ആ ബോധനശാസ്ത്രം മനസ്സിലാക്കിയ അധ്യാപകന് ഈ സമൂഹത്തിലെ തെറ്റിനോട് വിമർശനമുണ്ടാക്കുന്ന മനസ്സിനെ ഉൽപ്പാദിപ്പിക്കാനാണ് ഈ കവിതയെ, ഈ കഥയെ, ഈ ചിത്രത്തെ ഉപയോഗിക്കേണ്ടത് എന്ന് തിരിച്ചറിയണം. ആ പഠനമാണ് കേരളത്തിൻ്റെ അധ്യാപകർക്ക് കൊടുത്തത്. എവിടെ ഇരിക്കുന്നു ടീച്ചർ? ഇവിടെ പെണ്ണിലിരിക്കും വേറെ ടീച്ചർ, ഇവിടെ ഇരിക്കുന്നുണ്ടാവും ടീച്ചർമാർ. ഇതാണ് സംഭവം. ഏത് വിഷയം എടുത്തോളൂ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. കേൾക്കുന്നുണ്ടോ? അപ്പം എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ല. കുമാരനാശാൻ അതിനപ്പുറത്തേക്ക് നവോത്ഥാന ഭാവുകത്വത്തെ മനസ്സിലെത്തിച്ചു. നോക്കൂ, ജാതി ചോദിക്കുന്നില്ല ഞാൻ. പറയിപ്പിക്കണം എന്നത് ഇവിടെ സംവരണം പാസ്സാക്കണേന് എത്രയോ വർഷം മുമ്പ് ജാതി ചോദിക്കുന്നില്ല ഞാൻ. പറയൂ, സോദരി ലക്ഷ്മിക്കുട്ടി, മേരിക്കുട്ടി ആണോ? അല്ല, എന്താ വായിച്ചത്? സോദരി. കണ്ട, മാനവികത പ്രകാശിപ്പിക്കുന്നു. ഇതാണ് അധ്യാപനം, ഇതാണ് ആധുനിക വിദ്യാഭ്യാസം, ഇതാണ് ക്രിട്ടിക്കൽ പെഡഗോജി, ഇതാണ് ജ്ഞാനോൽപാദന ശാസ്ത്രം, ജ്ഞാനോൽപാദന വഴി. ഇതാണ് സംഭവം. മലയപ്പുലയൻ അമ്മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. ഒന്നും തോന്നിയില്ലല്ലോ? ഞാൻ കേൾപ്പായിരുന്നു. മലയപ്പുലയനാം പറയൂപ്പാ
മാടത്തിൻ മുറ്റത്ത്. മാടോ? മാടോ? ഇത് ബംഗ്ലാവല്ലേ? ഹലോ, ബംഗ്ലാവല്ലേ? കൊട്ടാരല്ലേ? വീടല്ലേ? എന്താ മലയപ്പുലേന് മാത്രം? പറയൂ. മാടം. ഒരു സമൂഹത്തിൽ അസമത്വത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ടുവരാനാണ് അത് ഉപയോഗിക്കേണ്ടത്. ഒരേ പാഠപുസ്തകം തന്നെ, ഒരേ തന്നെ അപ്രോച്ചിലാണ് അതിൻ്റെ സയൻസ് കിടക്കുന്നത്. മലയപ്പുലയനാം പറയുമോളെ, പറയുമോനെ, മാടത്തിൻ മുറ്റത്ത്. മാടം എന്താ? മാടം. പുലയന് മാത്രം മാടം. അവിടെയാണ് പുലയൻ്റെ സാമൂഹ്യാവസ്ഥയും ഇതൊക്കെ പറയാൻ കഴിയുന്നത്. അവന് വീടല്ല. അവസാനം എന്താണ് പിന്നെ 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 കൊലയും കൊണ്ട് നമ്പൂരി വീട്ടിലേക്ക് പോകുമ്പോൾ ഇതിനൊക്കെ പകരം ചോദിക്കാതിരിക്കുമോ നിൻ? ആർക്കറിയാതെ? പിൻതലമുറ കവിതയൊക്കെ പഠിക്കണം. പിൻതലമുറ എത്ര വർഷം മുമ്പാ. ഇത് കാൽപ്പനിക കവിയാ. കാൽപ്പനിക കവിയാണ് ഇത്രയും വലിയ യാഥാർത്ഥ്യം ഈ സമൂഹത്തിൽ എറിഞ്ഞു തരുന്നത്. അങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. ആ വിദ്യാഭ്യാസത്തിൻ്റെ രീതിശാസ്ത്രം വളരെ ശാസ്ത്രീയമാണ്. അത് മാറുന്നത് ബോധപൂർവമാണ്. ബോധപൂർവമാണ്. ഈ ചിന്ത, ഈ ആശയോൽപാദന ചിന്ത, ഈ വിമർശന ചിന്ത സമൂഹത്തിൽ ഇല്ലാതിരിക്കുവാനുള്ള വലിയ ശ്രമമാണ്. ഹെർബർട്ട് മാർക്യൂസ് ഒരു പുസ്തകം എഴുതി. ശ്രദ്ധിക്കണേ, ഹെർബർട്ട് മാർക്യൂസ് വായിച്ചിട്ടുള്ള പുസ്തകം. അത് വൺ ഡൈമെൻഷണൽ മാൻ. വൺ ഡൈമെൻഷണൽ മാൻ, ഏകദാന മനുഷ്യൻ. ഒരൊറ്റ ദിശയിൽ മാത്രം ചിന്തിക്കുന്ന മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കലാണ് വർത്തമാനക മുതലാളിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ്. ഒരൊറ്റ ദിശയിൽ മാത്രം ചിന്തിക്കുന്ന മനുഷ്യൻ. ഇതാണെന്ന് ആധുനിക ഫാസിസ്റ്റ് തന്ത്രം, മുതലാളിത്ത തന്ത്രം. ഡൈവേഴ്സിറ്റിയിലേക്ക് ചിന്തിക്കാതെ ഏകദാന മനുഷ്യനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വൺ ഡൈമെൻഷണൽ മാൻ. അവിടെയാണ് കേരളം വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എന്നത് സമൂഹത്തിൽ മുഴുവൻ വളരെ കൃത്യമായി പ്രചരിപ്പിക്കണം. ആ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ച കേരളത്തിന് എത്ര കണ്ട് ആവശ്യമാണ്, ലോകത്തിന് ആവശ്യമാണ്. ലോകത്തിലൊരു മാതൃകയായി പറയാവുന്നത് കേരളം മാത്രമേ ഉണ്ടാവുള്ളൂ. അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ സാർവത്രികവൽക്കരണം. ഈ 4 ഘട്ടങ്ങളിലൂടെയും കേരളത്തിൽ എല്ലാവരും എത്തണം. പോരാ, ഇനിയത്തെ കേട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ട കാര്യം, അറിവിൻ്റെ വാക്ക് പറയണേ, എനിക്കറിയാണ്ടല്ല, അറിവിൻ്റെ സാർവത്രികവൽക്കരണം, ജ്ഞാനത്തിൻ്റെ സാർവത്രികവൽക്കരണം. ജ്ഞാനത്തിൻ്റെ സാർവത്രികവൽക്കരണം ഇവിടെ നടന്നാൽ ഒരു ജനത മുഴുവൻ ജ്ഞാനോൽപാദിപ്പിക്കുവാൻ പ്രാപ്തമാകും. പോരാ, മനസ്സിലായില്ല? കേൾക്കുന്നുണ്ടോ? പാടത്ത് നെല്ല് വിതച്ചാൽ പറയൂ ധാരാളം നെല്ലുണ്ടാവും. അതുപോലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവ് സർവകലാശാലകളിലൂടെ പറയൂ അതാണ് സർവകലാശാലയുടെ മുഖ്യമന്ത്രിയും പിന്നെന്താണ് ഗവർണറും തമ്മിലുള്ള പോരിൻ്റെയൊക്കെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം. ഈ അറിവ് പറയൂ സമൂഹത്തിൽ വിന്യസിച്ചാൽ ഒരു സമൂഹം മുഴുവൻ, ഞാൻ പറയില്ല, പറയൂ, ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോൽപാദനത്തിന് തയ്യാറാവും. ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോൽപാദനത്തിന് തയ്യാറായാൽ ആ സമൂഹത്തെ വിളിക്കുന്ന പേരാണ് ജ്ഞാന സമൂഹം. കേട്ടുവോ? എന്താ സാക്ഷര സമൂഹം? അതും അറിയില്ലേ? എന്താ ഒരു സമൂഹം മുഴുവൻ സാക്ഷരരാവുക. ഒരു സമൂഹം മുഴുവൻ ജ്ഞാനോൽപാദനത്തിന് തയ്യാറായാൽ സാക്ഷര സമൂഹമല്ല, അത് ജ്ഞാന സമൂഹമാണ്. അവനവൻ്റെ മേഖലയിൽ ജ്ഞാനം ഉൽപ്പാദിപ്പിച്ചാൽ മതി. എല്ലാവരും സർവജ്ഞരും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരും ആണെന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല. നല്ല കർഷകൻ പറയൂ കേവല തൊഴിലെടുക്കുന്നവനാവാം, അവൻ ജ്ഞാനിയാവാം. ഞാനീ കൃഷി ചെയ്യുന്നത് എനിക്ക് വെണ്ടക്കായ ഉണ്ടാക്കാനാണ്, അത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനാണ്, അതിൻ്റെ കാശ് മേടിക്കാനാണ്, വീട്ടുകാരെ നോക്കാനാണ്. വെരി ഗുഡ്, നല്ല കർഷകനാണ്. ഞാനീ കൃഷി ചെയ്യുന്നത് എനിക്ക് വെണ്ടക്കായ കിട്ടാനും ഈ പ്രകൃതിയുടെ സന്തുലനം നിലനിർത്താനും കൂടി വേണ്ടാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഈ വെണ്ട അടുത്ത പറയൂ ചെടികൾ, അപ്പുറത്തെ ചെടി, അതിൻ്റെ അപ്പുറത്തെ ഭൂമി, അതിന്
സഹായമാകത്തക്ക രീതിയിൽ അത് ഈ പ്രകൃതിയുടെ സന്തുലനം നിലനിർത്തുന്നതിനാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് എന്ന ചിന്തയുണ്ടെങ്കിൽ, പറയൂ, ആ ചിന്തയുണ്ടെങ്കിൽ ആ കർഷകൻ ജ്ഞാനിയായി. അല്ലാണ്ട് എല്ലാവരും ഇപ്പോൾ റിസർച്ച് നടത്തി PhD ഉള്ളവർ ആ ജ്ഞാനോൽപാദനം എന്ന് കരുതരുത്. ഓരോ മേഖലയിലും ഓരോ പണിക്കും അതിൻ്റേതായ ജ്ഞാനമുണ്ടാവുക എന്നർത്ഥം. അതാണ് ജ്ഞാന സമൂഹം. കേട്ടോളൂ, പെട്ടെന്ന് നിർത്തിക്കോളാം. ഫാസിസത്തിന് ഒന്നിനെ ഭയമുള്ളൂ. ഫാസിസത്തിന് ഒന്നിനെ മാത്രമേ ഭയമുള്ളൂ. അത് കായിക ശേഷിയെ അല്ല, സമ്പത്തിനെ അല്ല, ആയുധത്തെ അല്ല. ഫാസിസത്തിന് ഭയമുള്ളത് ജ്ഞാനത്തെ മാത്രമാണ്. കേൾക്കുന്നുണ്ടോ? ജ്ഞാനത്തെ മാത്രമാണ് ഫാസിസത്തിന് ഭയം. കേരളം കേവല ജ്ഞാനോൽപാദനമല്ല, ഒരു സമൂഹത്തെ മുഴുവൻ ജ്ഞാനോൽപാദനത്തിന് തയ്യാറാക്കുന്നതിന് ഫാസിസം ഭയക്കുകയാണ്. തന്നെ സംഭവം. എന്തുകൊണ്ട് കേരളത്തിനെതിരെ പ്രതിരോധം വരുന്നു? കേരളത്തിനെതിരെ പലതരത്തിലുള്ള അക്രമങ്ങളും വരുന്നു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത്, ജ്ഞാനത്തെ ഭയം. ഒരു സമൂഹം ജ്ഞാനസമൂഹമായി മാറുന്നു. ആ സമൂഹത്തിലേക്ക് കടന്നു കയറാൻ അത്ര എളുപ്പമാകില്ല. അതെന്നെ കേരളത്തോടുള്ള. ഇനി എങ്ങനെയാണ് വരേണ്യയുക്തിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിർത്താം. ഞാൻ പറഞ്ഞു, മനസ്സിനെ പിറകോട്ട് കൊണ്ടുപോകലാണ് പ്രതിലോമ വിദ്യാഭ്യാസം. പിറകോട്ട് വരേണ്യയുക്തിയിലേക്ക് കൊണ്ടുപോവുക. ആ വരേണ്യയുക്തിയിലാണ് ഫാസിസവും വർഗീയതൊക്കെ വളരുക. അതാ ലക്ഷ്യം. ഭരണകൂടം അവിടേക്ക് എത്തിക്കുകയാണ്. നോക്കൂ, അതിനു വേണ്ടിയാണ് പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾ മാറ്റുന്നത്. ശ്രദ്ധിച്ച് രണ്ട് ഉദാഹരണം പറയുള്ളൂ, കൂടുതൽ വേണമെങ്കിൽ എത്ര വേണേ. 64 പാഠഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. 64 മണി പറഞ്ഞുതരാം, 2 പറയാനുള്ളൂ. അങ്ങനെ മാറ്റിയ ഒരെണ്ണം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമാണ്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിക്കണ്ട. എത്ര പ്രതിലോമകരമായ ചിന്തയാണെന്ന് ആലോചിച്ചു. ലോകം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ജ്ഞാനസമ്പദ് വ്യവസ്ഥയിലേക്ക്. ഇന്ത്യ എവിടേക്കാണ് പോണെന്നോ? വരേണ്യജ്ഞാനത്തിലേക്ക്. കേട്ടില്ല? ലോകം പോകുന്നത് ജ്ഞാനസമ്പദ് വ്യവസ്ഥയിലേക്ക്, ഇന്ത്യ പോകുന്നത് വരേണ്യജ്ഞാനയിലേക്ക്. ഇനി ഒന്നുകൂടി കേട്ടോളൂ, ലോകം പോകുന്നത് ജ്ഞാനസമ്പദ് വ്യവസ്ഥയിലേക്കാണെങ്കിലും അതിലും ഒരു പ്രതിലോമപരതയുണ്ട്. കാരണം അതും കുത്തകവൽക്കരിക്കുന്ന ഒരു ചിന്തയുണ്ട്. അപ്പോൾ ലോകം ജ്ഞാനസമ്പദ് വ്യവസ്ഥയിലേക്കാണെങ്കിൽ പോലും അതിലും ഒരു പ്രതിലോമ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ കേരളം പറയൂ, ശരിയായ ജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കാണ് പോകുന്നത്. 3 സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഒന്ന് വരേണ്യ ജ്ഞാനം, മറ്റത് ആഗോള കുത്തക ജ്ഞാനം, ഇവിടെയോ ജനകീയ ജ്ഞാനം. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് നോക്കിയുള്ളൂ. ഏതാ പറഞ്ഞത്? ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. ഡാർവിൻ്റെ സിദ്ധാന്തം പ്രസക്തമായി വരികയാണ്. ജീനോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പം പറയാൻ സമയമില്ല. ഇത്രയും ക്ലാസിക്കായിട്ടുള്ള ഒരു പുതിയ ഇന്നൊവേഷൻ ചിന്തിക്കാൻ പറ്റില്ല. ജീനാണ് എല്ലാത്തിൻ്റെ അടിത്തറ എന്നും ജനറ്റിക് ട്രാൻസ്ഫോർമേഷനാണ് എല്ലാമെന്നും ആധുനിക ശാസ്ത്രം കൃത്യമായി പറയുകയാണ്. ജീനോമിക്സ്, ജീനോമിലുള്ള പരിവർത്തനമാണ് ഈ മാറ്റങ്ങളുടെ എല്ലാം അടിത്തറ. ജീനോമിക്സ് അടിപടയിട്ട് പറയും. ആ സമയത്ത് പരിണാമ സിദ്ധാന്തം പഠിക്കണ്ട. കണ്ടോ? ഭരണകൂടം ഇടപെട്ട് മനസ്സിനെ വരേണ്യയുക്തിയിലേക്ക് എത്തിക്കുന്നു എന്നത് പഠിക്കണ്ട. എന്താ എൻ്റെ യുക്തി? അത് പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ യുക്തി ആർക്കെങ്കിലും എന്ന് പറയാമോ? എന്താ എൻ്റെ യുക്തി? എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ? അതിന് അവർ പറയണ യുക്തി എന്താണെന്നോ? ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ എന്തിനീ കുട്ടികൾ പഠിക്കണേ? പരീക്ഷയ്ക്ക് മാർക്കും കിട്ടില്ല. അവർക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ലളിതമായ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചാൽ പോരെ? അച്ഛനമ്മമാർക്കും വളരെ സന്തോഷം. കാരണം എന്താ? മാർക്ക് കിട്ടുമല്ലോ, ഇതൊന്നും പഠിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞു വളരെ സിമ്പിളായിട്ട് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ പോവുകയാണ്. എന്തിനാണെന്നറിയോ? ഇങ്ങോട്ട് നോക്കിയോളൂ. നോക്കൂ,
അതിൻ്റെ സയൻസ് കേട്ടോളൂ. നല്ല ഗവേഷണം ചെയ്തിട്ടാണ് ആ പാഠം എടുത്ത് കളഞ്ഞേക്കണേ. പരിണമിച്ച് 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 വന്നതാണ് എന്ന് പഠിപ്പിക്കലാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. അത് പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സൃഷ്ടിവാദം എന്ന ഒന്നാണ് ശരി എന്ന ബോധ്യമുണ്ടാക്കലാണ്. മനസ്സിലായില്ല? കേൾക്കുന്നുണ്ടോ? പരിണാമവാദമല്ല ശരി, സൃഷ്ടിവാദമാണ് ശരി. സൃഷ്ടിവാദമാണ് ശരിയെന്ന് വന്നാലേ ആ ചിന്തകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. വിശ്വാസവും അന്ധവിശ്വാസവും വർഗീയതയും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. സൃഷ്ടിവാദമാണ് ശരി എന്ന് വരണമെങ്കിൽ പരിണാമവാദം മനസ്സിലുണ്ടാവരുത്. പരിണാമവാദത്തെ എടുത്തു കളഞ്ഞ് സൃഷ്ടിവാദത്തെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുക. അത് വെച്ച് നോക്കൂ എത്ര കണ്ട് പ്രതിലോമപരമാണ് എന്നുള്ളത്. ഒരെണ്ണം കൂടി പറയട്ടെ, അധികമാവോ? ഒരെണ്ണം കൂടി നിർത്തിക്കോളാം. ഒരെണ്ണം എടുത്തു കളഞ്ഞാണ് പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടിക. ആവർത്തന പട്ടിക എടുത്തു കളയും. എന്തിനാ അത്? എനിക്ക് ആദ്യം എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഇത് എന്തിനാ എടുത്തു കളയണേ? അത് ചോദിച്ചപ്പോൾ അവർ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആ 118 മൂലകങ്ങൾ എങ്ങനെയാണ് വെച്ചേക്കുന്നത്? എന്തിനാ മാഷേ ഇവരൊക്കെ പഠിക്കണം? എന്തോരം ബുദ്ധിമുട്ടാണ് പാവങ്ങളൊക്കെ. എത്ര സ്വീകാര്യത ഉണ്ടാവണമെന്ന് നോക്കൂ. ഇതെന്തിനാണെന്നറിയോ? ഇങ്ങോട്ട് നോക്കണേ. പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ ലോകത്ത് ഇതുവരെ കണ്ട മൂലകങ്ങൾ ഒരു ടേബിളിൽ വിന്യസിച്ചതാണ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവില്ല. ഒരൊറ്റ ടേബിളിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം. കുറേ പേര് വെറുതെ പറഞ്ഞതല്ല കേട്ടോ, കൃത്യമായ ഓർഡർ തന്നെയാണ് പറഞ്ഞത്. ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, അവിടെ ഹീലിയം എന്ന് പറഞ്ഞ ഒരു ടേബിളിൻ്റെ രണ്ടറ്റത്ത് ഹൈഡ്രജൻ ഗ്യാസാണ്, ഹീലിയവും ഗ്യാസാണ്. ലിഥിയം ആൽക്കലി മെറ്റലാണ്, ഹൈഡ്രജൻ്റെ തൊട്ട് താഴെ. ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇതെല്ലാം വെച്ചിരിക്കുക. അങ്ങനെ 118 എണ്ണം അടുക്കി വെച്ചിരിക്കുക. ഇത്രയും മനോഹരമായ ടേബിൾ ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്നറിയോ? ഹൈഡ്രജൻ ഗ്യാസാണ്, ലിഥിയം മെറ്റലാണ്, സോഡിയം മെറ്റലാണ്. ഈ മെറ്റലും സോളിഡും ഗ്യാസും 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 സോളിഡും സോളിഡും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങൾ പ്രകൃതിയിൽ എന്താണ് എന്ന് കൃത്യമായൊരു ടേബിളിലൂടെ വർണ്ണിക്കാൻ പറ്റുന്നതാണ് പീരിയോഡിക് ടേബിൾ. ഒന്നും മനസ്സിലായില്ല. കേൾക്കുന്നുണ്ടോ? ഹലോ, പറയണോ? ഇനി ആർക്കും വേണമല്ലേ? നിർത്തിയാൽ മതിയായിരുന്നു. കേൾക്കുന്നു? ഹൈഡ്രജനും വാതകവും മെറ്റലും നോൺ മെറ്റലും വാതകവും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങൾ പ്രകൃതിയിലുള്ളത് എന്തൊക്കെയാണ് എന്ന് വളരെ മനോഹരമായി ക്രോഡീകരിച്ചിട്ടുള്ള ടേബിളാണ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ ആദ്യത്തെ എലമെൻ്റ് ഹൈഡ്രജനാണ്. അതിൻ്റെ അടിയിൽ ലിഥിയാണ്, അതിൻ്റെ അടിയിൽ സോഡിയമാണ്. ആ ലിഥിയം എന്ന് പറയുന്നതും ഹൈഡ്രജനും തമ്മിൽ ബന്ധമുണ്ട്. ഒന്ന് മെറ്റലാ, മറ്റേ ഗ്യാസാ. പക്ഷെ രണ്ടിൽ ഓഡ് ഇലക്ട്രോൺസ് ആണ്. ഒറ്റ ഇലക്ട്രോൺ അവസാനിക്കുന്നത്, ഓഡ് ഇലക്ട്രോൺ എന്ന് പറയും. അതിൻ്റെ അടിയിൽ സോഡിയം. ഇതിപ്പോൾ ഇന്നലത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ഹൈഡ്രജൻ കഴിഞ്ഞ ലിഥിയം കൊണ്ട് ബാറ്ററി ഉണ്ടാക്കാം. കേട്ടല്ലേ? ലിഥിയം ബാറ്ററി എന്നൊക്കെ കേട്ടല്ലേ? ലിഥിയം ബാറ്ററി. ലിഥിയത്തിൻ്റെ പ്രോപ്പർട്ടി അതിൻ്റെ തൊട്ട് താഴെയുള്ള സോഡിയത്തിനുണ്ടാവുമെന്ന് ഞങ്ങളൊക്കെ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാ. ഞാൻ പഠിക്കാനും ശ്രമിച്ചിട്ടുള്ളതാ. ഇപ്പോൾ ഇന്നലത്തെ പത്രത്തിൽ ലിഥിയം ബാറ്ററിക്ക് പകരം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല, സോഡിയം ബാറ്ററി വരാൻ പോവാ. പറയൂ. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, ഒരൊറ്റ കോളത്തിൽ 3 എണ്ണം. ആ ലിഥിയം ബാറ്ററിക്ക് പകരം ഇപ്പോൾ ഇനി സോഡിയം ബാറ്ററി വരാൻ പോവാ. അതിൻ്റെ താഴെ പൊട്ടാസ്യം. ഏതൊക്കെ മെറ്റൽ നാളെ ഒന്ന് കഴിയുമ്പോൾ എന്തായിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി കൃത്യമായി ഗ്രേഡ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുക. പ്രകൃതിയിൽ എന്തായി കാണുന്നത്? ഒരിക്കലും ഇരുമ്പ് ഒറ്റയ്ക്ക് കുഴിച്ചെടുക്കാൻ പറ്റില്ല. ഇരുമ്പിൻ്റെ അയിരുകളായിട്ടാണ് കുഴിച്ചെടുക്കാൻ പറ്റുന്നത്. ഏതുമായിട്ട് ചേർന്നിരിക്കുന്നത്? എന്താ അയിര് അങ്ങനെ ആവാൻ കാരണം? എന്താ മെറ്റൽ ഇങ്ങനെ ആവാൻ കാരണം? ഇതൊക്കെ പീരിയോഡിക് ടേബിളിലുണ്ട്. ഇത് പഠിക്കേണ്ടത്. അത് പഠിക്കണ്ട. എന്താ അതിൻ്റെ യുക്തി? എന്താ പ്രതിലോമ യുക്തി? സിമ്പിളാണ്. പഞ്ചഭൂത സിദ്ധാന്തം പഠിച്ചാൽ മതി. കേൾക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ.
എത്ര മനോഹരമായൊരു ജനതയെ പിറകോട്ട് നയിക്കുക. ഇങ്ങനെ എത്ര മഹാത്മാഗാന്ധിയുടെ മറ്റേ വധം എടുത്തു കളഞ്ഞു. സെക്യുലർ എന്നിവിടെ നേരത്തെ ആചാര്യ പറഞ്ഞല്ലേ ആ വാക്ക്, അത് വിസ്മരിപ്പിക്കുകയാണ്. മുഗൾ സാമ്രാജ്യം അതങ്ങ് എടുത്തു കളഞ്ഞു. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ സമൂഹ മനസ്സിൽ വരാതിരിക്കാൻ സത്യസന്ധമായ ചരിത്ര പഠനമാണ് ജനാധിപത്യത്തിൻ്റെ ഭൂമിക. സത്യസന്ധമായ ചരിത്ര പഠനമാണ് ജനാധിപത്യത്തിൻ്റെ ഭൂമിക, സർഗാത്മക ജനാധിപത്യത്തിൻ്റെ ഭൂമിക. അതൊക്കെ ചരിത്രത്തിൽ ഓരോന്ന് എടുത്തു കളഞ്ഞാൽ നഷ്ടപ്പെടുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, 64 പാഠഭാഗങ്ങൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ബോധപൂർവമാണ്. സമൂഹ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനല്ല, പിറകോട്ട് കൊണ്ടുപോകാനാണ്. ഇന്ത്യ എവിടെ എത്തും? ഇന്ത്യ എവിടെ എത്തും? ലോകത്ത് ജ്ഞാനോൽപാദനം തകൃതിയായി നടന്ന് ജ്ഞാനസമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിച്ചു പോകുമ്പോൾ ഇന്ത്യ നേരെ തിരിച്ചെല്ലാം പിറകിലുണ്ട് ഉണ്ടായിരിക്കാം ചിലതൊക്കെ. അവിടെ അല്ലല്ലോ, നമുക്ക് മുന്നോട്ടല്ലേ പോകേണ്ടത്. ഇനി മുന്നോട്ട് പോകണം. ആറ്റം എന്നത് പണ്ട് കണ്ടുപിടിച്ച ഏറ്റവും ചെറിയതാണ് ആറ്റം എന്ന് കരുതി ഇപ്പോൾ 23 കഷ്ണങ്ങളാക്കി മുറിച്ചു വച്ചിരിക്കുക. അപ്പം മുന്നോട്ടാണ് പോകേണ്ടത്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒരു ജനത പഠനത്തിലൂടെ മുന്നോട്ടാണോ പോകേണ്ടത്, പിറകോട്ടാണോ പോകേണ്ടത്? ചരിത്രത്തിൽ ആരും ഇതുവരെ പിറകോട്ട് പോകാൻ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് പ്രതിലോമ വിദ്യാഭ്യാസത്തിൻ്റെ അപകടകരമായ സ്പന്ദനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിരോധം എന്ന് പറയുന്ന ഈ ആധുനിക വിദ്യാഭ്യാസം അത് പ്രചരിപ്പിക്കുകയും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രതിലോമപരതയെ തുറന്നു കാണിക്കുകയും ചെയ്ത് രാഷ്ട്രജനത, വാസ്തവത്തിൽ നമ്മളത്ര ബൗദ്ധികമായിട്ട് വളർന്നിട്ടില്ല. അതിൻ്റെ കാരണം കൊളോണിയൽ വിദ്യാഭ്യാസമാണ്. അതിനു മുമ്പുള്ള ഫ്യൂഡൽ വിദ്യാഭ്യാസമാണ്. പുരോഗമന വിദ്യാഭ്യാസം ഇന്ത്യക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ ജനത ഐശ്വനിക ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്നു നിന്നേനെ. അതില്ല. മനുഷ്യ മനസ്സിനെ, മനുഷ്യ ബ്രെയിനിനെ ഒരു തലം വരെ വളർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ കൊളോണിയൽ ആധുനിക മറ്റേ ഫ്യൂഡൽ വിദ്യാഭ്യാസം. അതുകൊണ്ട് നമ്മൾ ഇന്നും ധൈഷണികമായ ലോകത്തിൻ്റെ നിറകയിലല്ല. അത് ബ്രെയിൻ ഇല്ലാത്തതുകൊണ്ടല്ല, ബ്രെയിനെ വളർത്തുവാനുള്ള എഡ്യൂക്കേഷൻ ടെക്നോളജിയും ടെക്നിക്സും ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഡെവലപ്പ് ചെയ്യുന്ന പ്രദേശം കൊച്ചു കേരളമാണ്. 2016 ശേഷം കേരളത്തിലുണ്ടായ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ കേരളം അന്തം വിട്ടുപോകും. അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പഠനവും മനനവും, അതുപോലെ എന്തിനോടും വിമർശനാത്മകമായി കാണുവാനുള്ളൊരു മനസ്സും അവ കൃത്യം കിട്ടും. ലെനിൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയുടെ മൂർത്തമായ അപഗ്രഥനമാണ് വൈരുദ്ധ്യാത്മകതയുടെ കാതൽ. വ്യവസ്ഥയുടെ മൂർത്തമായ അപഗ്രഥനമാണ് വൈരുദ്ധ്യാത്മകതയുടെ കാതൽ. കൃത്യമായിട്ട് അപഗ്രഥിച്ചാലേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപഗ്രഥനത്തിന് വൈരുദ്ധ്യാത്മക ദിശാബോധം ഉണ്ടാകണമെങ്കിൽ അത് പഠനത്തിലൂടെ വളർന്നു വരണം. അതുകൊണ്ട് ഈ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ പുരോഗമന വിദ്യാഭ്യാസത്തെ കൂടുതൽ ശക്തമാക്കുവാനുള്ള ഇടപെടൽ നടത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് മുമ്പ് രക്തപുഷ്പം. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുവാനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ളവർ എഴുതി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മൈക്ക് ഉപയോഗിക്കേണ്ടവർ ആവശ്യത്തിനനുസരിച്ച് മൈക്ക് കൈമാറാവുന്നതാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സംശയങ്ങൾ എഴുതി നൽകാവുന്നതാണ്.